അപ്പം ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പഴങ്കഞ്ഞിയാണ്. പണ്ട് പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഞങ്ങളുടെ അമ്മച്ചുമൊക്കെ പറയുവേ നമ്മുടെ ഈ കൗമാരപ്രായത്തിലൊക്കെ പെൺപിള്ളേർ പഴങ്കഞ്ഞി കുടിക്കല് പള്ള ചാടുമെന്ന്. അപ്പം ഞാൻ വിചാരിക്കും വയറൊക്കെ ചാടിയ വൃത്തികളായിരിക്കും, അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കത്തില്ല. ഇതിപ്പം പള്ള ചാടിയാലും കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് 2 പ്രസവിച്ച് പഴങ്കഞ്ഞി കുടിക്കാതെ തന്നെ വയറ് ചാടിയിരിക്കും. ഇപ്പം സ്ഥിരമായിട്ട് ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ ദാണ്ട ഞാനാണെങ്കിൽ തൈര് ഒഴിക്കുന്നതിന് മുമ്പ് ഓനെ കൂടെ എടുത്ത ഒരു ഒഴിയായിരുന്നു കേട്ടോ. പിന്നെ നല്ല കെട്ട തൈര് പിന്നെ അമ്മച്ച് ഒഴിക്കട്ടെ. പിന്നെ നമ്മുടെ ചെറുള്ളിയും പച്ചമുളകും. കാന്താരി ഇല്ലല്ലോ ഇപ്പൊ, കാന്താരിക്കകത്ത് കാന്താരി ഇല്ല, അവനും കൂടെ കുടിക്കാൻ വെള്ളമില്ല. അയലമീൻ പൊരിച്ചത് ഇന്നലത്തെ ആട്ടോ. ഇന്നലെ പൊരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പൊ ഒന്ന് ചൂടാക്കി എടുത്തതേ ഉള്ളൂ. 4 എണ്ണം ഞങ്ങൾക്ക് 4 പേർക്കാണ് കേട്ടോ. ഉപ്പിലിട്ടത് ആ ഓന് കൂട്ടാ അണ്ടേ ഇല്ലെങ്കിൽ കൂടെ ഇങ്ങോട്ട് വരും. ചീനിയും കൂടെ ഉണ്ടായിരുന്ന നല്ല ടേസ്റ്റ് ആയിരുന്നു. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട് വെച്ചേക്കും ഇതിനകത്ത്. അതാണ് നല്ല പാല് പോലെ ആക്കി എടുത്തിട്ട് അമ്മ വെച്ചേരണോ? അമ്മ തിന്നാ. പഴങ്കഞ്ഞി പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ വയററിയാതെ കുടിച്ചുകൊണ്ടിരിക്കും. കാരണം വയറ് നല്ല തണുക്കുമ്പം നമുക്ക് സുഖം തോന്നുമ്പോൾ നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട് പഴങ്കഞ്ഞിക്ക്. മീൻ വേണ്ടേ പോകൂട്ടാ? ദോശ അപ്പമൊക്കെ കൊടുത്താൽ ഇവർ ഇത്രയൊന്നും കഴിക്കത്തില്ല, 1 എണ്ണം അത്രേ ഉള്ളൂ. പക്ഷെ ഇതാവുമ്പോഴത്തേക്ക് വയററിയാതെ കുടിക്കും ചിലപ്പോൾ.